സാറ് ബംഗ്ലാദേശിലെ സംവരണ പ്രക്ഷോഭത്തിന് പിന്നാലെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായല്ലോ. അപ്പോൾ ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന രീതിയായിരുന്നു ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇപ്പോൾ അതിന് പിന്നാലെ ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറിയിട്ടുള്ള കുറെ ബംഗ്ലാദേശികളുണ്ടല്ലോ, അവരെ നോട്ടമിട്ടാണ് ഇന്ത്യയുടെ സർക്കാരും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസ് എല്ലാം മുന്നോട്ട് പോകുന്നത്. ഇന്നലെയും അവിടെ നിന്നും 8 ബംഗ്ലാദേശി സ്വദേശികളെ അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്നും ഡൽഹിയിൽ വന്ന് താമസിക്കുന്ന ആ 8 പേരെ കണ്ടെത്തി പുറത്താക്കിയിട്ടുണ്ട്, ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളതാണ്, നമ്മുടെ കേരളത്തിലും കാഞ്ഞങ്ങാടും അതോടൊപ്പം തന്നെ മണക്കാടുമെല്ലാം ചില ബംഗ്ലാദേശി ഭീകരർ അവരെ പിടികൂടുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോൾ എല്ലാ കാലത്തും ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഇന്ത്യക്ക് വലിയ തലവേദനയല്ലേ? തീർച്ചയായിട്ടും കുടിയേറ്റക്കാരെ ഇത് കുടിയേറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് നുഴഞ്ഞു കയറ്റമാണ് എന്ന് പറഞ്ഞാൽ ഒരു ധാരണയും ഇല്ലാതെ വരുന്നുണ്ട്. ഇപ്പോൾ കാഞ്ഞങ്ങാട് നിന്ന് പിടിച്ച തീവ്രവാദിയാണ് പിടിച്ചിരിക്കുന്നത്. അത് പക്ഷേ അവിടെ താമസിച്ചത് വളരെ സേഫ് ആയിട്ടുള്ള കേരളത്തിലൊരു സ്ഥലം എന്നുള്ള നിലയിൽ കാസർഗോഡ് പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ കാസർഗോഡൊക്കെ അവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ വരിക, സൈലൻ്റായിട്ട് സ്ലീപ്പർ സെല്ല് പോലെയൊക്കെ പ്രവർത്തിച്ച് അങ്ങ് താമസിച്ച് പോകുക എന്നുള്ളതാണ്. മണക്കാടും പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹിയിൽ നിന്നാണ് 8 പേരെ പിടിച്ചത്. അപ്പോൾ ഈ വാദ സ്വഭാവത്തിലും അതുപോലെ വർഗീയവാദ സ്വഭാവത്തിലും കലാപം ഉണ്ടാകുന്ന രീതിയിലൊക്കെ ധാരാളം പേർ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ഭാരതത്തിൽ എല്ലാവരും വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു കൾച്ചറും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ആളുകൾ വരുന്നത്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ അല്ലാത്തൊരു സിറ്റുവേഷനിലാണ് വന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ പിടിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമാണ്. അവിടെ ഹിന്ദുക്കളുടെ പേരിൽ പുറത്ത് വലിയ കലാപം നടക്കുന്നു, ക്ഷേത്രങ്ങൾ പൊളിക്കുന്നു, വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്താണ് ഇവിടെ നുഴഞ്ഞു കയറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എന്തിനാണ് അവർ വരുന്നത്, അവരുടെ മോട്ടിവേഷൻ എന്താണ്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാനാണ് വരുന്നതെന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം. അതുകൊണ്ട് വളരെ ഗൗരവമായി ആലോചിക്കണം. മറ്റ് പ്രധാനപ്പെട്ട പ്രശ്നം സ്റ്റേറ്റുകളിൽ സെൻട്രൽ ഇപ്പോൾ ഡൽഹിയിൽ പറ്റിയില്ല, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പറ്റിയില്ലെങ്കിൽ അവർ മറ്റ് സ്റ്റേറ്റുകളിൽ കയറി പറ്റും. ഇപ്പം മണക്കാട് നിന്ന് പിടിച്ച ആൾ പശ്ചിമ ബംഗാളിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആധാർ അനുസരിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്, വളരെ ഗൗരവം. അപ്പോൾ ഇതൊരു പുതിയ വിഷയമായി നമുക്ക് വരികയാണ്. ഇപ്പോൾ നുഴഞ്ഞുകയറ്റം നടത്തുക, അത് കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, തീർച്ചയായിട്ടും അത് പരിശോധിപ്പിക്കുകയും വളരെ ഗൗരവമായി സ്റ്റേറ്റും സെൻട്രലും ഇടപെടേണ്ട മേഖലയാണ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളായ ബംഗാൾ അതോടൊപ്പം തന്നെ ത്രിപുര ഉൾപ്പെടെയുള്ള ആ ഭാഗങ്ങളിലൂടെയാണ് ഇവർ ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നത്. പക്ഷെ ആ സർക്കാരുകളൊന്നും അത്ര മുൻപ്, ഇപ്പോൾ BJP സർക്കാരുകൾ വന്നതിന് ശേഷം ആസാമിലായാലും ത്രിപുരയിലായാലും വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷെ ബംഗാളിൽ ഇപ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഈ ബംഗാൾ സർക്കാരെല്ലാം കാണുന്നത് ഈ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് വരുന്നവരും ഈ അഭയാർത്ഥികളായി വരുന്നവരും ഈ അനധികൃതമായി വരുന്നവരുമെല്ലാം അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുകയാണെങ്കിൽ അത് ഈ ഒരു സമുദായത്തെ ലക്ഷ്യമിട്ടുള്ളതായി തെറ്റിദ്ധാരണ ഉണ്ടാക്കുമോ എന്ന ഭയമല്ലേ ഇത്തരക്കാരെ അവിടെ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ നേതൃത്വം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രതിപക്ഷം ഏതെങ്കിലും ഒരു കക്ഷി ചെയ്തു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ ഇത് മുതലാക്കാം. ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ അതിലൊരു തീവ്രവാദി ഉണ്ടെങ്കിൽ തീവ്രവാദിയെ മാറ്റി നിർത്തിയിട്ട് സമാധാനകാംക്ഷികളുണ്ട്. മുസ്ലിംസിലുള്ള മുഴുവൻ ആളുകളും തീവ്രവാദം പറഞ്ഞു നടക്കുന്നവരല്ലല്ലോ. വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന, തൊഴിലെടുത്ത് ജീവിക്കുന്ന, വളരെ ഇന്ത്യൻ ദേശീയത ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുള്ള രാജ്യമാണ് ഇവിടെ. അയോധ്യയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, ആളുകൾ ധാരാളം താമസിക്കുന്നില്ല ഇവിടെ. അപ്പോൾ അങ്ങനെ താമസിക്കുന്ന രാജ്യത്താണ് ഒരു പേര് കൊണ്ട് മുസ്ലിം ആയിരിക്കും. ഇപ്പോൾ വരുന്ന ബംഗ്ലാദേശിൽ നിന്ന് വരെ മുസ്ലിംസ് ആണല്ലോ കൂടുതൽ വരുന്നത്, അവർ പേര് കൊണ്ട് വരും. അപ്പോൾ അതിൽ ഒരാളിനെ പിടിച്ചു കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തം എതിരാകുമോ എന്നുള്ള, അല്ലെങ്കിൽ സമുദായം മൊത്തം മതം മൊത്തം എതിരാകുമോ എന്നുള്ള പേടിയും ആ പൊളിറ്റിക്കൽ വോട്ട് ബാങ്കും ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത്, ബംഗാൾ ഗവൺമെൻറ് ആയാലും നമ്മുടെ ഏത് ഗവൺമെൻറ് ആയാലും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കേരള ഗവൺമെൻറ് ആയാലും മനസ്സിലാക്കേണ്ടത്, മുസ്ലിംസിനാണ് പേരെങ്കിലും അതിനകത്ത് തീവ്രവാദികളുണ്ട്, മിതവാദികളായ സമാധാനകാംക്ഷികളുണ്ട്. ആ തീവ്രവാദികളെ മറ്റുള്ളവരും അംഗീകരിക്കുന്നില്ല. തീവ്രവാദികൾ ആരെങ്കിലും അംഗീകരിക്കും, ലോകത്താരെങ്കിലും അംഗീകരിക്കുന്നില്ല. അപ്പോൾ തീവ്രവാദികൾ പേര് നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ അവരെ ഒഴിവാക്കി നിർത്തുവാനുള്ള വലിയ നയം ആവശ്യമുണ്ട്. ബംഗാളിലൊന്നും നടക്കുന്നില്ല. ഈ പറഞ്ഞ സീരിയസ് ആയിട്ട് ശരിയാണ്, ബംഗാളിലൊന്നും നടക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ത്രിപുരയിലും ആസാം അവിടെയൊക്കെയുള്ള കാര്യം BJPക്ക് ഒരു ഹോൾഡൊക്കെ വന്നതുകൊണ്ട് മറ്റൊരു കയറാൻ വരുന്നവരും ഒന്ന് അറയ്ക്കും. പിടിക്കപ്പെട്ടാൽ വലിയ ശിക്ഷ കിട്ടും. കാര്യം നമുക്ക് ബന്ധമുള്ളൊരു ഗവൺമെൻറ് അല്ലല്ലോ എന്ന് തോന്നും. അത് മറ്റേ അങ്ങനെയല്ല. ബംഗാൾ ഗവൺമെൻറ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടും എന്നൊരു തോന്നലുണ്ടെങ്കിൽ നുഴഞ്ഞ് കയറുന്നവർക്കും ഒരു ഫ്രീഡം കൂടും, ആളുകളുടെ എണ്ണവും കൂടും. അപ്പോൾ അത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്, സീരിയസ് ആയ വിഷയമാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ പിടിക്കുന്ന പല കക്ഷികളും ഈ ബംഗാളിൻ്റെ ആധാർ അഡ്രസ്സൊക്കെ ബംഗാൾ അഡ്രസ്സാണ്. അത് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഇന്ത്യ ഗവൺമെൻറ് സീരിയസ് ആയിട്ട് നോക്കേണ്ട വിഷയമാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും സീരിയസ് ആയി നോക്കണം. കാരണം ഇപ്പം പുതിയ കാലഘട്ടം ആയതുകൊണ്ട് ആളുകൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് താമസിക്കുന്ന കാലമാണ്.
ജോലിയുടെ പേരിലും ഒക്കെ. ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഈ രാജ്യ താല്പര്യത്തിന് അപ്പുറമാണ് തങ്ങളുടെ വോട്ട് ബാങ്ക്. തീർച്ചയായിട്ടും മതവുമായി ബന്ധം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മതങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കോംപ്രമൈസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഒത്തീർപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് വലിയ നഷ്ടമാണ് രാജ്യത്തിനുണ്ടാക്കുന്നത്, പൊതുസമൂഹത്തിനുണ്ടാക്കുന്നത്. ഇപ്പോൾ കൈവെട്ട് കേസ് വന്നു കേരളത്തിൽ, അതൊരു കേസാണ് വന്നത്. പക്ഷേ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കൈവെട്ട് കേസ് വന്നു. അതുപോലെ ഓരോ കേസുകളും, ഇപ്പോൾ കാഞ്ഞങ്ങാട് പിടിച്ച കേസ് വരുന്നു, മണക്കാട് പിടിച്ച കേസ് വരുന്നു, കുറേ തീവ്രവാദികളും ആളുകളും ഒക്കെ വരുന്നുണ്ട്. അവർ ഏത് സമുദായത്തിൽപ്പെട്ടതായാലും അവരെ ഒറ്റപ്പെടുത്തുവാൻ പൊതുസമൂഹം തയ്യാറാവണം. പൊതുസമൂഹം തയ്യാറാവും പോലെ ഗവൺമെൻറ്റും തയ്യാറാവണം. അല്ല, ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകും, തീവ്രവാദവും മറ്റു കാര്യങ്ങളും രാജ്യത്ത് വളരും. ഇന്ത്യയുടെ ഈ വലിപ്പമായിരിക്കും ഈ പ്രശ്നം. കാരണം വൈവിധ്യവും ഉണ്ട്, പിന്നെ കൾച്ചറും ഉണ്ട്. അതല്ല, മറ്റു രാജ്യങ്ങളിലെ കൃത്യമായി തന്നെ അവർ ഈ പരിശോധന നടത്തുന്നു, രേഖകൾ ശേഖരിക്കുന്നു. മറിച്ച് ഈ ബംഗ്ലാദേശിൽ നിന്നും ഈ റോഹിംഗ്യയിൽ നിന്നെല്ലാം വരുന്ന കുടിയേറ്റക്കാർ ഇന്ത്യയിൽ ഈ പല ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി പല ഘട്ടങ്ങളിൽ തെളിവുകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ പ്രതികൾ അറസ്റ്റിലാവുമ്പോൾ തന്നെ ഇപ്പോൾ കാഞ്ഞങ്ങാട് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ, കാഞ്ഞങ്ങാടായാലും ഈ മണക്കാടായാലും ഈ പ്രശ്നങ്ങളിലെല്ലാം പിടികൂടുന്നത് ഈ പുറത്തു നിന്നുള്ളവരാണ്. അത് എന്തുകൊണ്ടായിരിക്കും? ഇതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ശ്രീത്ത് ചോദിച്ചു തന്നെ, ഒന്നെന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളെ പോലെ അത്ര കർശനമായ ഒരു പരിശോധനയൊന്നും ഇവിടെ ഒന്നുമില്ല. ഇപ്പം നമുക്കൊരു വലിയ ആൾക്കൂട്ടത്തിൽ പോകുന്നു, ബഹളം പോകുന്നു, അല്ലെങ്കിൽ ഒരു വലിയ പരിപാടിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആരും കാർഡൊന്നും കൊണ്ടൊന്നും പോകുന്നില്ല. அவங்க നമ്മുടെ ഐഡന്റിറ്റി ഒന്നും അങ്ങ് പറയുന്നില്ലല്ലോ. നമ്മൾ ഹോട്ടലിൽ അങ്ങനെ റൂം എടുത്താൽ മാത്രമേ ഉള്ളൂ. അത് ആധാർ മതി. ആധാർ ഇപ്പോൾ പല രൂപത്തിൽ കിട്ടുന്നുണ്ട്. വാടകയ്ക്ക് താമസിച്ചാൽ ആധാർ കിട്ടും കുറച്ച് ദിവസം. അപ്പം കർശനമായ നിയമങ്ങളില്ലാത്തതും കർശനമായ പരിശോധന ഇല്ലാത്തതും പലപ്പോഴും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാകും. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ UAE നിന്നും പോയിട്ട് ഒരു മണിക്കൂർ പോലും നമുക്ക് ലൈസൻസോ വിസയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പാസ്പോർട്ടോ ഒന്നും ഇല്ലാതെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നു. കാരണം ഒന്ന്, ഇന്ത്യയുടെ ഒരു കൾച്ചർ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയ വിശാലമായ രാജ്യമല്ലേ. ലോകത്തിലെ ജനസംഖ്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് പത്ത് നിൽക്കുന്ന രാജ്യം, വളരെ വിശാലമായ വൈവിധ്യം, 100-120 ഭാഷകൾ, വലിയ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുള്ള വലിയൊരു രാജ്യമാണിത്. നമ്മൾ കാണുന്ന പോലെ വലിയൊരു കടൽ പോലത്തെ രാജ്യമാണ്. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം നമ്മൾ ഉൾക്കൊള്ളുകയാണ്. ആര് വന്നിട്ട് ഉൾക്കൊള്ളുകയാണ്. 2000 വർഷത്തെ ചരിത്രം വെച്ച് ആരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഉൾക്കൊള്ളുന്നൊരു സമൂഹമാണ് നമ്മൾ. ക്രിസ്ത്യൻസ് ഉണ്ട് ഇവിടെ, ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് വന്നു, പിന്നെ പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. ഇങ്ങനെ ഒരു പരമ്പര വന്ന നാടാണിത്. ചെറിയ നാടല്ല ഭാരതം എന്ന് പറയുന്നത്. അവിടെ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം, ഇവിടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഇതുണ്ട്, ഫ്രീഡം ഉണ്ട്. മതവൈരങ്ങൾ അങ്ങനെ ഈ പറഞ്ഞ നിരന്തരമായ ദിവസവുമുള്ള മതവൈര്യമില്ല, യുദ്ധമില്ല, പട്ടിണി, അങ്ങനെ പറയുന്ന പട്ടിണിയില്ല. ഒരുപാട് സുരക്ഷിതമായൊരു സ്ഥലമാണ് ഇവിടെ. തീവ്രവാദികൾക്കായാലും അത് കൃത്യമായി അവർ മുതലാക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഗൗരവമായ നിയമങ്ങൾ ആവശ്യമുണ്ട്, പരിശോധനകൾ ആവശ്യമുണ്ട്. പിന്നെ അത് അതിഥി തൊഴിലാളികളുടെ രൂപത്തിൽ വന്നാലും സാധാരണ ആളുകളുടെ രൂപത്തിൽ വന്നാലും താമസിക്കുന്ന ഏത് രൂപത്തിൽ വന്നാലും അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വളരെ ഗൗരവമായ എന്ത് നടക്കണം, ഇവിടെ അന്വേഷണം നടക്കണം, പരിശോധന നടക്കണം. അതുണ്ട് എന്ന് അവർക്ക് ബോധ്യം വരികയും വേണം. ഇപ്പൊ ഡൽഹിയിലെ പല പ്രദേശങ്ങളിലാണ് ഈ പരിശോധന നടത്തിയത്. അങ്ങനെ പരിശോധനയിലാണ് 8 പേരെ കണ്ടെത്തി അവർ അനധികൃതമായി കുടിയേറിയതായി അങ്ങനെ തെളിവുകൾ ലഭിച്ചതിന് പിന്നാലെയാണ് അവരെ നാട് കടത്തിയിരിക്കുന്നത്. ഇനി ഈ മനുഷ്യാവകാശ പ്രവർത്തകർ രംഗത്ത് വരുമോ ഇത്തരത്തിൽ? ആദ്യം വരും, മനുഷ്യാവകാശ പ്രവർത്തകർ വരും. ഇതിനെ വോട്ട് ബാങ്ക് ആളുകളുണ്ട് കുറച്ച് പേര്. അവരുടെ മതവും ജാതിയൊക്കെ നോക്കിയിട്ട് നിന്നാണ് ഗവൺമെന്റുകൾക്കെതിരെ തിരിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തകളൊക്കെ വരും. പക്ഷെ അവരെല്ലാവരും മനസ്സിലാക്കേണ്ടത്, മനുഷ്യാവകാശ പ്രവർത്തകരായാലും ഇങ്ങനെ വരുന്നവരായാലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, തീവ്രവാദത്തെയും ഈ ശക്തമായ വർഗീയവാദത്തെയും അതുപോലുള്ള മത തീവ്രവാദമൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം സാധാരണ ജനങ്ങളാണ് അവിടെ ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ പാർലമെന്റ് ആക്രമിച്ചു, ആരാണ് ബുദ്ധിമുട്ട് വന്നത്? അല്ലെങ്കിൽ ബോംബെയിലെ ഹോട്ടൽ ആക്രമിച്ചു, ആരാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വന്നത്? സാധാരണ ജനങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കി നിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അതിൻ്റെ നിയമം കർശനമാക്കണം, പരിശോധന കർശനമാക്കണം. വളരെ ഗൗരവമായ ഇടപെടലുകൾ ഈ രംഗത്ത് ആവശ്യമുണ്ട്. അങ്ങനെ ഇപ്പോൾ ചെയ്തു വന്ന ഗവൺമെൻറ് എടുക്കുന്ന നടപടി വളരെ വലുതാണ്, നല്ലതാണ്. പക്ഷെ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും കൂടി എടുക്കണം. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനകത്തേക്ക് വരണം. സെൻട്രൽ ഗവൺമെൻറ് പുതിയ ഏജൻസി വന്നാലും കുഴപ്പമില്ലെന്നാണ് ഞാൻ പറയുന്നത്. പുതിയൊരു ഏജൻസി തന്നെ വന്നാലും കുഴപ്പമില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഇന്റർ സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ വരണം. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ പോകുമ്പോൾ ചുമ്മാ അങ്ങ് കയറി പോവുകയാണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് കയറി പോകാൻ പറ്റത്തില്ലല്ലോ, എളുപ്പമല്ലല്ലോ. അതുപോലെ സ്റ്റേറ്റ് വിട്ട് പോകുന്നതിനെ സംബന്ധിച്ച് സ്ഥിരമായി, അല്ലാതെ പോയി ടൂർ പോയി വരുന്നതും ഒക്കെ, അല്ലാതെ സ്ഥിരമായി താമസിക്കാനും ജോലിക്കും ഒക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശോധന ആവശ്യമുണ്ട്, ഒരു നിയമം കർശനമാകേണ്ട ആവശ്യമുണ്ട്, ലൈസൻസിങ് സംവിധാനം ആവശ്യമുണ്ട്, കാർഡ് സിസ്റ്റം ഇവരെ ഏർപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ജോബ് കാർഡൊക്കെ, ജോലിക്കാണ് പോകുന്നതെങ്കിൽ ജോബ് കാർഡൊക്കെ ഏർപ്പെടുത്തണം. അപ്പോൾ കൃത്യമായിട്ട് അവരുടെ ഹിസ്റ്ററി മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഇതെവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ബംഗാളിൽ നിന്ന് വന്നു, ബംഗാളിൽ വേർ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ബംഗ്ലാദേശിയാവുന്നത്. ഇപ്പം അങ്ങനെ ചോദിക്കുന്നില്ല, ആധാർ മാത്രമേ ഉള്ളൂ നമ്മളെ, പോരാ. അതിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററിയൊക്കെ എടുത്ത് ആര് എവിടെ നിന്ന് എപ്പോൾ ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ഡേറ്റ ആർക്കൈവ് ഇന്ത്യയിൽ ഉണ്ടാവണം. ആര് കമ്പ്യൂട്ടറിൽ അടിച്ച് നോക്കിയാലും നമുക്ക് ഇന്ത്യയിൽ ഏത് പോലീസ് സംവിധാനം കമ്പ്യൂട്ടറിൽ അടിച്ച് നോക്കിയാലും ആളിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടണം. നമ്മളിതെല്ലാം കാര്യങ്ങൾ മോഡേണൈസ് ചെയ്ത ലോകമല്ലേ ഇവിടെ.
അപ്പോൾ അതൊക്കെ പറ്റുന്നതാണ്. ആധാർ ഉൾപ്പെടെയുള്ള എല്ലാം മോഡേണൈസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും പറ്റും. അങ്ങനെ ഒരു ഡിജിറ്റൽ കാർഡൊക്കെ കൊടുക്കുന്ന ഡിജിറ്റലായിട്ടുള്ള ഒരു എന്താ പറയുക ഐഡൻറ്റിഫിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. അതിലൂടെ മാത്രമേ നമുക്കിത് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കണ്ടുപിടിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ അവരെ ഇവിടെ നിന്ന് കയറ്റിവിടേണ്ട ബാധ്യത നമുക്കുണ്ട്, അല്ലെങ്കിൽ ജയിലിൽ പിടിച്ചിടണം. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്, വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമാണ്.